കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം യാഥാർത്ഥ്യം തിരിച്ചറിയുക, വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയുക എന്ന മുദ്രാവാക്യം ഉയർത്തി LDFന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വിഷയത്തിൽ യാഥാർത്ഥ്യം മറച്ചുവെച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് LDFന്റെ ആരോപണം. ദേശീയപാത നിർമ്മാണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാനും യാഥാർത്ഥ്യം മറച്ചുവെക്കുവാനും ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു LDFന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി LDF പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ധനുഷ്കോടി റോഡ് മാത്രമല്ല, ഈ മേഖലയുടെ കടന്നു പോകേണ്ട ഒട്ടേറെ ദേശീയപാതയ്ക്ക് ആവശ്യമായി 25% പണം കൊടുത്താൽ മതി എന്ന് പറയുന്നത് 40% വർദ്ധിപ്പിച്ച് അതിനാവശ്യമായ പണം കൊടുത്തു കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള റോഡുകളെ നന്നാക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. ആ പല റോഡുകളും കടന്നു വരുമ്പോൾ ചില പ്രദേശത്ത് വനം വകുപ്പിൻ്റെതായ പ്രത്യേകമാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വനം വകുപ്പിന് ആവശ്യമില്ലാത്ത അധികാരം കൊടുത്തതാരാണ്? 1980-ലാണ് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റാണ് വനഭൂമി സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അടിമാലി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലായിരുന്നു പൊതുസമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ TK ഷാജി അധ്യക്ഷത വഹിച്ചു. വിവിധ ഘടകകക്ഷി നേതാക്കൾ സംസാരിച്ചു. ദേശീയപാത വിഷയത്തിൽ യാഥാർത്ഥ്യം മറച്ചുവെച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമമാണ് നടക്കുന്നതെന്ന് സമ്മേളനത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. സിറ്റി വിഷൻ, അടിമാലി.